റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളിസ്റ്റിക് സെന്ററിന്റെ വിശേഷങ്ങളാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. നമസ്കാരം. കേരള ഗൈഡിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഗം ആർക്കും എപ്പോഴും വരാം. ഒരു രോഗം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ രോഗിയുടെ കുടുംബവും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതുപോലെ രോഗത്തിനു മുൻപിൽ നിസ്സഹായരായി നിൽക്കുന്നവരെ സഹായിക്കുകയും പൂർണ്ണ സൗഖ്യത്തിലേക്ക് എത്തിച്ച് നിത്യജീവിതത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രത്തെയാണ് നമ്മൾ ഇന്ന് കേരള ഗൈഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. 20 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഈ ആതുര സേവന കേന്ദ്രത്തിലെ സേവനങ്ങളായിട്ടുള്ള അക്യുപഞ്ചർ, ഫിസിയോതെറാപ്പി, ഇലക്ട്രോ ഹോമിയോപ്പതി, കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളിസ്റ്റിക് സെന്ററിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഡോക്ടർ സിസ്റ്റർ സോണിയ ഫ്രാൻസിസ് നമ്മളോടൊപ്പമുണ്ട്. സിസ്റ്റർ നമസ്കാരം. നമസ്കാരം. ലൈവ് ടി വി കേരളയുടെ കേരള ഗൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സിസ്റ്റർ, എനിക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത് നമ്മുടെ സാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ചരിത്രമാണ്. എന്നാണ് ഇത് തുടങ്ങിയത്? 2005 മുതലാണ് നമ്മൾ അക്യുപഞ്ചർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും നാള്, അതായത് ഒരു 18-19 വർഷത്തോളം നമ്മൾ PS മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷം അത് കുറെ കൂടെ വളർച്ചയിലേക്ക്, അതായത് ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ്റെ ഭാഗമായിട്ടാണ് അക്യുപഞ്ചർ, ഇലക്ട്രോ ഹോമിയോപ്പതി അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഇത് പുരോഗതിയിലേക്ക് വരുത്തണം, ഒരുപാട് ആൾക്കാർക്ക് ഇത് നന്മ ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു ചികിത്സാ രീതിയുമാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ സഭാധികാരികൾ ഒരു പുതിയൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി. അതാണ് സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളിസ്റ്റിക് സെന്റർ. 2 വർഷങ്ങളായിട്ട് ഇത് നന്നായിട്ട് നടന്നു വരുന്നു. അപ്പോൾ ഇനിയും ധാരാളം മനുഷ്യർക്ക്, ധാരാളം ആൾക്കാർക്ക് ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ 2021 ഈ സ്ഥാപനത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുറേ അവാർഡും മൊമെന്റോസും ഒക്കെ ഇരിക്കുന്നതാണ്. സിസ്റ്ററിന് എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയത്? ദൈവം തന്നെ തന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളെ ദൈവം ഏൽപ്പിച്ചു ഒരു ജോലി നമ്മൾ പൂർത്തിയാക്കുന്ന അത്ര തന്നെ. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തു എന്നതിൽ ദൈവം തന്നൊരു കൃപയാണ്. 2021 തന്നെ ബാംഗ്ലൂരിൽ അംബേദ്കർ ഭവനിൽ വെച്ചിട്ട് സെക്കൻഡ് വേൾഡ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യരത്ന അവാർഡും അതിനുശേഷം APJ അബ്ദുൽ കലാമിൻ്റെ സമ്മാൻ അവാർഡ് മേടിക്കാൻ ഹൈദരാബാദിലും പോവുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല സേവനത്തിനുള്ള അവാർഡായിട്ട് വേൾഡ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലെയും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ നല്ല സർവീസ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചതിൽ കേരളത്തിൽ 7 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായി. അതിലൊരാളായിട്ട് എന്നെയും സെലക്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയി ആ അവാർഡ് വാങ്ങിയത്. 5000 വർഷങ്ങളായിട്ട്, അതായത് ചൈനയുടെ ഒരു പരമ്പരാഗത ചികിത്സാ രീതി തന്നെയാണ് ഈ അക്യുപഞ്ചർ എന്ന് പറയുന്നത്. ലോകമെമ്പാടും അത് നല്ല പ്രചാരത്തിലിരിക്കുമ്പോഴും പക്ഷെ കേരളത്തിൽ അതിന് അത്രയ്ക്ക് സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ സത്യമാണ്. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ മികവിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നല്ലൊരു ചികിത്സാ സമ്പ്രദായമായിട്ട് വളരാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴും സൂചി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ
നമ്മൾ കുഞ്ഞുനാളുകളിൽ മാതാപിതാക്കൾ നമ്മളെ കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കുന്ന സാഹചര്യത്തിലൊക്കെ ആണെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ സിറിഞ്ച് വെച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും മെഡിസിൻ കയറുമ്പോൾ നമുക്ക് ആ പെയിൻ നമ്മുടെ ജീവിതത്തിൽ എത്ര വലുപ്പമുള്ള കാലഘട്ടത്തിലും മുതിർന്നവരാണെങ്കിൽ പോലും ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ സൂചി അക്യുപഞ്ചറിന്റെ നീഡിൽ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ സൂചി കൊണ്ട് നമ്മൾ ഒരാൾ സ്റ്റെറൈൽ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സൂചി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് നമ്മളിത് ചെയ്യുന്നുണ്ടോ, അപ്പോൾ എത്രമാത്രം അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് ശരിയായി ഗ്രാഹ്യമില്ല. ഒരാൾക്ക് പോലും നമ്മുടെ ചികിത്സ കൊണ്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരാളുടെ രോഗം മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യതയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വളരെയധികം സ്റ്റെറൈൽ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഈ 20 വർഷത്തിനിടയിൽ എനിക്ക് ഒരുപാട് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ഈ ചികിത്സാ രീതി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ദൈവത്തിന് മുമ്പിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. സാർ ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയിട്ട്, അതായത് സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഇവിടെ വന്നത്. എനിക്കൊരു പെയിൻ വന്നായിരുന്നു ഈ ബാക്കിൽ, പക്ഷേ വട്ട ഈ വാരിയലിൻ്റെ അവിടെ. എന്തൊക്കെ ചികിത്സ ചെയ്തിട്ട് മാറിയില്ല, വെറുതെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു മാറില്ല, ഒരു രീതിയിലും രക്ഷയില്ല. ആർക്കും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ അവസാനം ഇവിടെ സിസ്റ്ററെ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ അക്യുപഞ്ചർ ചെയ്തിട്ടുണ്ട് എൻ്റെ ചില ഫ്രണ്ട്സിനൊക്കെ വേണ്ടി. ഇങ്ങോട്ട് വരാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ അങ്ങനെ വന്നു. ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെന്റിൽ ഒരു 90% മാറി. അങ്ങനെ അപ്പം ഞാനിവിടെ വന്നപ്പോൾ കാണുന്നത് ഇവിടെ ഈ കാല് മുറിച്ച് കളയണമെന്ന് പറയുന്ന കേസുകൾ മറ്റുള്ള ആൾക്കാർ, പ്രായ ആൾക്കാർ കാല് മുറിച്ച് കളയാൻ പറഞ്ഞ് വിട്ടിരിക്കുക. അത് വന്ന് ക്യൂർ ചെയ്യുന്നപ്പോൾ എൻ്റെ കണ്ണും കൊണ്ട് കണ്ടു. ഒരു 10-15 ദിവസം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര റിസൾട്ടാണ്. പലർക്കും അറിയില്ല അത്. എനിക്കൊരു ചെറിയ ആക്സിഡന്റ് പറ്റിയിട്ട് എൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു, ഉപ്പുറ്റിയുടെ ഇവിടെ, ഈ എപ്പോഴും അനങ്ങുന്ന സ്ഥലത്ത്. ഞാൻ അലോപ്പതി ചികിത്സ ചെയ്ത് 2 മാസം ഡെയിലി പോയി സർജറിക്ക് ഡ്രസ് ചെയ്യും, ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന 2 മാസം കഴിഞ്ഞിട്ട് ആ വൂണ്ട് ഉണങ്ങിയില്ല. അപ്പൊ ഞാനിത് കാര്യം എൻ്റെ മനസ്സിൽ വന്നില്ല. അപ്പൊ സിസ്റ്റർ ആരോ പറഞ്ഞറിഞ്ഞു ഞാനിങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റർ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 3 ദിവസം കൊണ്ട് 90% റിസൾട്ട്, ഒരാഴ്ച കൊണ്ട് മുറിവ് കരിഞ്ഞു. സിസ്റ്റർ എന്നോട് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് ക്യൂർ ചെയ്യാന്നാ പറഞ്ഞത്. ഭയങ്കര റിസൾട്ടാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു കൗൺസിൽ രൂപീകരണം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ചെന്നപ്പോഴാണ് കേരളത്തിൽ ഒരുപാട് പേര് അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും ഇത് അറിയുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. എനിക്കൊരു സന്തോഷമായി. കാരണം ഇത്രയും പേര് അക്യുപഞ്ചറിനെ കുറിച്ച് അറിയാൻ സാധ്യതയുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ദൈവം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് ഈ ചികിത്സയെ, ഈ അസുഖത്തെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. ഈ ചികിത്സാ രീതി എങ്ങനെയാണ്? ഈ അക്യുപഞ്ചറിന്റെ ചികിത്സാ രീതികൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 5000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് നമ്മൾ പറയുന്നതിലുപരിയായിട്ട് ഒരു 8000 വർഷങ്ങൾക്ക് മുമ്പേ അത് അവിടെ നിലനിന്നിരുന്നു എന്നുള്ളൊരു ചരിത്രം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് അവിടത്തെയുള്ള വനാന്തരങ്ങളിൽ താമസിക്കുന്ന ഋഷിവര്യന്മാരൊക്കെ ഈ ചികിത്സാ രീതിയെ കുറിച്ച്, ചികിത്സ ആകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രകൃതിയും മനുഷ്യന്റെ പഞ്ചഭൂതങ്ങളും അപ്പോൾ ശരീരവും തമ്മിലുള്ള എന്തൊക്കെയോ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലൊരു ഋഷി എന്ന ഒരു ഋഷി വര്യൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ധാരാളമായി ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഹൈച്ചിങ് എന്നുള്ള ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം ഉണ്ടാക്കി. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വന്നത് ഒരു 2 സിംറ്റംസ്, ചിഹ്നങ്ങൾ അദ്ദേഹത്തിന് ധ്യാനത്തിലൂടെ ലഭിച്ചു എന്ന് പറഞ്ഞത് ഇൻ യാങ്. അതായത് ഇൻ യാങ് എന്ന് പറയുമ്പോൾ 2 പൊളാരിറ്റീസ് ആണ്. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. എല്ലാത്തിലും ഈ ഇൻ യാങ്, അതായത് 2 പൊളാരിറ്റീസും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. അവിടെ എവിടെയെങ്കിലും ഒരു വ്യതിയാനങ്ങളോ തടസ്സങ്ങളോ വരുമ്പോൾ അതിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൽ നമുക്ക് ഒരുപാട് പോയിന്റുകൾ കാണാൻ സാധിക്കും. ഇത് അക്യുപ്രഷർ പോയിന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു വഴികൾ കാണാം. ഈ വഴികൾ തന്നെയാണ് പാത്വേനെയാണ് മെറിഡിയൻസ് എന്ന് പറയുന്നത്. ഇത് 12 മെറിഡിയൻസ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. അതായത് ശരീരത്തിന് തല മുതൽ കാല് വരെയും കാല് മുതൽ തല വരെ ഇങ്ങനെ 12 മെറിഡിയൻസ് കിടക്കുന്നത്. അതിൽ 12 പാത്വേ. ഈ 12 പാത്വേയും നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് 12 ആന്തരിക അവയവങ്ങളെയാണ്. അതായത് ഹാർട്ട്, ലിവർ, പെരിക്കാർഡ്, അങ്ങനെ പല അവയവങ്ങൾ, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും പ്രതിനിധീകരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് എനർജി
ചാനലിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. എനർജി ചാനലിലേക്കാണ് നമ്മൾ പോയിന്റ് സ്റ്റിമുലേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്പെസിഫിക് പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ പൾസ് നോക്കിയിട്ട് പൾസിൻ്റെ 12 തരത്തിലുള്ള പൾസ് റൈറ്റും ലെഫ്റ്റും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൾസ് നോക്കും, ടങ് നോക്കും, ടങ്ങിലെ കോട്ടിങ്സ്, അതിൻ്റെ വലുപ്പം, അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ നോക്കിയിട്ട് അതുമെല്ലാം ഈ ടങ് പൾസ് നോക്കുന്നത് പോലെ തന്നെ ടങ്ങിൽ നിന്ന് നമുക്ക് ആന്തരിക അവയവത്തിൻ്റെ യഥാർത്ഥ അവസ്ഥകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പേഷ്യൻ്റ് വന്ന് ഇതെല്ലാം നോക്കി പിന്നെ അവരുടെ കയ്യിലുള്ള റിസൾട്ട് കൊണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ആ പോയിന്റ് സെലക്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഈ പോയിന്റിനെ നമ്മൾ സ്റ്റിമുലേഷൻ ചെയ്ത് കൊടുക്കുമ്പോൾ, ആ സ്പെസിഫിക് പോയിന്റിൽ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ ആ എനർജി ചാനൽ ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ബാലൻസിങ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖമില്ല. പക്ഷെ എപ്പോഴും അതിന് തടസ്സം വരുന്നുണ്ട്, വ്യതിയാനം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഡിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എനർജി ചാനലിന് കോംപ്ലിക്കേഷൻ വന്നാൽ അത് അടുത്തടുത്ത സംഭവത്തിന് കോംപ്ലിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇത്രയും വർഷത്തെ കാലഘട്ടത്തെ എൻ്റെ പ്രയത്നം കൊണ്ട് ഒരു 60-ൽ കൂടുതലായിട്ടുള്ള ഡയബറ്റിക് അൾസർ, അതൊരു ആംബുറ്റേഷൻ കേസ് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് വെരിക്കോസ് തന്നെ ഇന്ന് നമുക്കധികം ട്രീറ്റ്മെൻറ്റ് ഇല്ല. അതറിയാമല്ലോ, വെരിക്കോസിനെ കുറിച്ച് നമുക്കറിയാം. ബ്ലോക്കായിട്ട് കിടക്കുന്നത് കൊണ്ട് അത് താഴത്തേക്കും മുകളിലോട്ടുള്ള ഫങ്ഷൻസ് ശരിയാവുന്നില്ല. അപ്പോൾ ഈ കണ്ടീഷൻസും നമുക്ക് അക്യുപഞ്ചറിലൂടെ ബ്ലഡ് ലെറ്റിംഗ് എന്നുള്ളൊരു ഇതുണ്ട്. ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ബ്ലഡ് നമ്മൾ സക്ക് ചെയ്തെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അക്യുപഞ്ചർ കൊടുത്ത് സർക്കുലേഷൻ ഫാസ്റ്റ് ആക്കാം, മുറിവ് ഫാസ്റ്റായിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും. നമസ്കാരം. സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചികിത്സ എടുത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റിനെ പറ്റിയുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സാ രീതിയെ പറ്റിയുള്ള അഭിപ്രായം? എനിക്കത് വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം കഴിഞ്ഞ 19 വർഷമായിട്ട് സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് എന്നൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ സർവ് ചെയ്യാണ്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ താൽക്കാലികമായ ഒരു ശമനം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നീടാണ് ഡോക്ടർ സിസ്റ്റർ സോണിയെ കുറിച്ചുള്ള അറിവ് കിട്ടിയതും അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നു. ഞാൻ ഇപ്പോൾ 20 ദിവസത്തെ ഒരു ട്രീറ്റ്മെൻറ്റേ ചെയ്തുള്ളൂ. ഇനി ഒരു 10 ദിവസം കൂടി ഉണ്ട്. പക്ഷേ ഈ 20 ദിവസം കൊണ്ട് ചെയ്തോടെ തന്നെ എനിക്ക് 90% എനിക്ക് നല്ല റിലീഫ് കിട്ടി. ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ മറ്റേ ഡയബറ്റിക് അൾസറിന്റെ കാര്യം പറഞ്ഞു, വെരിക്കോസിന്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ മറ്റെന്തൊക്കെ രോഗങ്ങളാണ് നമുക്ക് ഈ ഒരു അക്യുപഞ്ചറിലൂടെ? പ്രത്യേകിച്ച് ഇപ്പോൾ ജലദോഷം, പനി, പിന്നെ ന്യൂമോണിയ, ടൈഫോയിഡ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, പാൻഡമിക് ഡിസീസിനൊന്നും നമുക്ക് അക്യുപഞ്ചറിന് ആവശ്യമില്ല. പക്ഷെ ആ പകരുന്ന രോഗങ്ങൾക്കൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങൾക്കും അക്യുപഞ്ചർ ഫലപ്രദമായ ഒരു ചികിത്സ തന്നെയാണ്. അതായത് നമുക്ക് ഇപ്പോൾ അലോപ്പതിയുടെ ഒപ്പം എല്ലാ ചികിത്സയുടെ ഒപ്പം ഇത് ചികിത്സിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇത് കൂടിയുണ്ട്. പിന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും, സൈഡ് എഫക്റ്റ് ഇല്ല, പഥ്യങ്ങളില്ല, അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസി ലേഡീസിന് ഉപയോഗിക്കാം, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം, അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ലാതെ ഇത് ഉപയോഗിക്കുന്ന സൈക്കോളജിക്കലായിട്ടുള്ള കണ്ടീഷൻസ്, അതായത് സൈക്കോളജിക്കൽ എന്ന് വെച്ചാൽ ഇവർക്ക് ഉറക്കം ഉണ്ടാവില്ല, പിന്നെ ഒരു സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനൊക്കെ അക്യുപഞ്ചർ കൊടുത്ത് ആ മാക്സിമം ടെൻഷൻ റിലാക്സേഷൻ കൊടുക്കാൻ നമുക്ക് അക്യുപഞ്ചർ കൊണ്ട് പറ്റും. പിന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഗ്യാസ്ട്രൈറ്റിസ്, അല്ലെങ്കിൽ ഈ IBS എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കണ്ടീഷൻസ്, പിന്നെ കുറേ അൾസറേഷൻ, ഗ്യാസ് പ്രോബ്ലം, കോൺസ്റ്റിപ്പേഷൻ, അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ അക്യുപഞ്ചറിന് ബെറ്ററാണ്. പിന്നെ മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റം, ബോൺ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ഇത് ബെറ്ററാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ കംപ്രഷൻ വന്നതുകൊണ്ട് കയ്യിലേക്ക് നംനെസ് ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ കാർപ്പൽ ടണൽ, ന്യൂറാൾജിക്കൽ കണ്ടീഷന് നല്ലത്. പിന്നെ ബോൺ സംബന്ധമായിട്ട് ഞാൻ പറയുമ്പോൾ ഡിസ്കിന് എന്ത് IVDP അല്ലെങ്കിൽ സയാറ്റിക്ക പ്രോബ്ലം, അങ്ങനെയുള്ള കണ്ടീഷൻസ്. പിന്നെ മുട്ടിന് തേയ്മാനം ഉള്ളവർക്ക് ഇപ്പോൾ സംശയങ്ങളുണ്ട്, തേയ്മാനം മാറ്റാൻ പറ്റുമോ? ഒരിക്കലും തേയ്മാനം നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷേ ആ ഭാഗത്തേക്ക് സർക്കുലേഷൻ കൂട്ടി മസിൽസിനൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ആക്കി കൊടുത്തിട്ട് നമുക്ക് ബലപ്പെടുത്തി നടത്താൻ, പെയിൻ റിലീഫ് കൊടുക്കുവാൻ അക്യുപഞ്ചർ ബെസ്റ്റാണ്. പിന്നെ ന്യൂറാൾജിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ്, അത് ഒരുപാട് മനുഷ്യർ വിഷമിക്കുന്നതാണ്. അതൊരു ക്രോണിക് കേസാണ്. ചിലപ്പോൾ 1-2 കോഴ്സ് കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ ലോങ് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ 1 year 2 years ഒക്കെ വേണ്ടി വരും. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇതുപോലെ തന്നെ പോകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 3 കോഴ്സ് 10 days ഒരു കോഴ്സായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മാസത്തിൽ 5 ദിവസമോ 3 ദിവസം അങ്ങനെ ഒരു ഡ്യൂറേഷൻ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പാർക്കിൻസൺസ് എടുക്കാൻ പറ്റും. പിന്നെ സ്ട്രോക്ക്
സ്ട്രോക്ക് വന്ന കേസുകളും ലോങ് ആയിട്ട് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് പീഡിയാട്രിക് അക്യുപഞ്ചർ ചെയ്യാൻ പറ്റും. അതായത് സെർബൽ പാൾസി, ഓട്ടിസം, ഇന്ന് ഒരുപാട് പാരൻസ് വിഷമിക്കുന്ന ഒരു കണ്ടീഷനാണ് ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്. നടക്കാൻ ബുദ്ധിമുട്ട്, ഇപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഹൈഡ്രോസെഫാലിസ് അങ്ങനത്തെ ഒരു അസുഖം കൊണ്ട് അത് ഭയങ്കര റിസൾട്ടായത് ആ കേസ്. അവരെ സംബന്ധിച്ച് ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ച സാഹചര്യത്തിൽ അവർക്കാണെങ്കിൽ ആ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കിവിടെ വന്ന് എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ കുഞ്ഞിന് നടക്കാൻ പറ്റുന്നുണ്ട്, സ്വയം കുറച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കേൾവിക്ക് കുറച്ച് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, പക്ഷെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. മോളുടെ പേര് മേരി ഫെബിന. പ്രിമച്ചർ ബേബിയാണ് അവള്. അപ്പോൾ ജനിച്ചപ്പോഴേ വെയിറ്റ് കുറവായിരുന്നു. അപ്പം തലയിൽ ഇൻഫെക്ഷൻ വന്നിട്ട് തലച്ചോറിൽ വെള്ളം കെട്ടുണ്ട്, പിന്നെ 2 ചെവിക്കും കേൾവിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് കുറേ സ്ഥലത്ത് എടുത്തു. അപ്പം അതിൽ മാറ്റങ്ങളൊന്നും വരാണ്ടായപ്പോഴാണ് ഇവിടെ ഈ സ്ഥാപനത്തിനെ പറ്റി അറിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ സിസ്റ്ററുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കണേ. ഇവിടെ വന്ന സമയത്ത് കുഞ്ഞിന് 1.5 വയസ്സിലാണ് ഇവിടെ വന്നത്. അപ്പം കഴുത്ത് ഉറച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കഴുത്ത് ഇങ്ങനെ പുറകിലോട്ട് പോവായിരുന്നു. പിന്നെ സ്റ്റഡി ആയിട്ട് നിൽക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല അവർക്ക്. ഇവിടെ വന്ന് അക്യുപങ്ചറും ചെയ്യും, പിന്നെ മെഡിസിനും ഉണ്ടായിരുന്നു. അപ്പം ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പം കഴുത്ത് സ്റ്റഡി ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പിടിച്ച് നടക്കുന്നുണ്ട്, തന്നെ ബാലൻസ് ചെയ്ത് നിന്ന് തുടങ്ങി. പിന്നെ ഹിയറിങ്ങിൻ്റെ പ്രശ്നത്തിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജോയിൽ എന്ന് പറയുന്ന കുഞ്ഞ് ഭയങ്കര കോംപ്ലിക്കേഷനാണ്. പാരൻസ് അവരുടെ ജോലി മുതൽ നിർത്തി ഓട്ടിസത്തിൻ്റെ കോംപ്ലിക്കേഷൻ കൊണ്ട് ജോലി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കണം. കാരണം ഹൈപ്പർ ആക്റ്റീവാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് കുഞ്ഞ്. പക്ഷെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തതിലൂടെ ഓൾ ദ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആക്കുന്നതിലൂടെ കുഞ്ഞിന് കുറേ മാറ്റമുണ്ട്. ആ സ്കൂളിൽ തന്നെ സ്പെഷ്യൽ സ്കൂളിലാണ് കുഞ്ഞ് പോകുന്നത്, പക്ഷെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് അവരുടെ അധികാരികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് ഇഫക്റ്റ്, നമുക്ക് അക്യുപഞ്ചറിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയേണ്ട ആഗ്രഹം കാണും. അക്യുപഞ്ചറിന് പൊതുവെ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് അറിവോടുകൂടെ നല്ല കോൺഫിഡൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ നമുക്ക് റിസൾട്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നുള്ളൂ. അത് സൈഡ് ഇഫക്റ്റ് ഇല്ല. അത് ഏറ്റവും കുഞ്ഞായിട്ടിരിക്കുന്ന ആ ഇൻഫൻസ് ആ അവസ്ഥയിൽ നമുക്ക് ചെയ്യണ്ട. പിന്നെ അതുകൂടാതെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് എന്ന് വെച്ചാൽ ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത്, പിന്നെ അല്ലാതെ ഭക്ഷണം കഴിച്ച ഉടനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അക്യുപഞ്ചർ ചെയ്യേണ്ടെന്നുള്ളൂ. പിന്നെ നീഡിൽസ് ഒക്കെ ആണെങ്കിലും ഷാർപ്പായിട്ട് നീഡിൽ ഉപയോഗിക്കുക, ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം സ്റ്റെറൈൽ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല പൊതുവെ. പക്ഷേ എങ്കിലും കുറച്ചും കൂടെ നന്നായിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ചേട്ടൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എൻ്റെ കാല് ഇങ്ങനെ ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ വികൃതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഇങ്ങനെ അക്യുപഞ്ചർ ഉണ്ട്, നല്ലതാണ്, ചെയ്ത് നോക്ക് ഓലുഷാന്ന് എന്നോട് പറഞ്ഞു. അതിനനുസരിച്ച് ഞാൻ ഡോക്ടറെ വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞ്, ഇത് ഭയങ്കര ഇതാണല്ലോ, എന്നാലും ഞാൻ ശരിയാക്കി തരാം, പേടിക്കണ്ട, ഞാനല്ലേ ഉള്ളതെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ ശരിക്കും സ്വാധീനിച്ച് ചികിത്സ നടത്തി. കാലിപ്പോൾ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അങ്ങനെ. ഇപ്പോൾ മറ്റുള്ള ട്രീറ്റ്മെന്റുകളെ അപേക്ഷിച്ചിട്ട് തീർച്ചയായിട്ടും അക്യുപഞ്ചറിന് ചെലവ് കുറവാണ് എന്നറിയാം. എന്നാലും എങ്ങനെയായിരിക്കും ഇതിന്റെ ചെലവിനെ പറ്റി പറയുകയാണ്? ഇവിടെ നമ്മൾ അക്യുപഞ്ചർ കൊടുക്കുന്നുണ്ട്, ഇലക്ട്രോ ഹോമിയോപ്പതി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, പിന്നെ അതോടനുബന്ധിച്ച് കൗൺസിലിംഗ് കൂടി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അക്യുപഞ്ചറിന് മാത്രം വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ നമ്മൾ അക്യുപഞ്ചർ നീഡിലിംഗ് മാത്രം കൊടുത്താൽ റിലീഫാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനോടനുബന്ധിച്ച കുറച്ച് ട്രീറ്റ്മെൻറ്റും കൂടി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ അക്യുപഞ്ചറിൽ തന്നെ നമുക്ക് കോസ്മാറ്റിക് അക്യുപഞ്ചർ ഉണ്ട്, അത് ഓരോരുത്തരുടെ നീഡ് അനുസരിച്ച് നമുക്ക് ചെയ്യണം. ചിലവർക്ക് സ്കാൽപ്പ് അക്യുപഞ്ചർ ബ്രെയിനിലിനെ നമുക്ക് കൊടുക്കണം. അപ്പോൾ ബ്രെയിൻ ആക്റ്റീവ് ആക്കി കൊടുക്കണമെങ്കിൽ സ്കാൽപ്പ് അക്യുപഞ്ചർ കൊടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ സ്കാൽപ്പ് അക്യുപഞ്ചർ ഉണ്ട്, പീഡിയാട്രിക് അക്യുപഞ്ചർ ഉണ്ട്, പിന്നെ ടെൻസ് മെഷീൻ ഉപയോഗിക്കാം. പിന്നെ ഹാമറിങ് എന്ന് പറഞ്ഞാൽ ഈ മെറിഡിയൻസ് ഉണ്ടല്ലോ, ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞില്ലേ ഈ മെറിഡിയൻസ് എല്ലാം ബ്ലഡ് സർക്കുലേഷൻ ആക്റ്റീവ് ആക്കി കൊടുക്കാനായിട്ട് ഒരു ഹാമറിങ് ഉണ്ട്. അത് അടിക്കുമ്പോൾ ഇച്ചിരി പെയിൻഫുള്ളാണ്, പക്ഷേ ഭയങ്കര റിസൾട്ടാണ്, സർക്കുലേഷൻ ഫാസ്റ്റ് ആവും. അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാം. പിന്നെ അല്ലാതെ ബ്ലഡ് ലെറ്റിങ്, അതായത് ബ്ലഡ്, ഞാനിപ്പോൾ നേരത്തെ വെരിക്കോസ് വെയിൻ്റെ ഒരു ഇത് പറഞ്ഞില്ലേ, അപ്പോൾ ആ വെരിക്കോസ് വെയിൻ അത് അവിടെ കട്ടുപിടിച്ച് അവിടെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ അത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഫ്ലോ ശരിയാവുള്ളൂ. മുകളിലേക്ക് ഫ്ലോ ശരിയാക്കി കൊടുക്കണം.
അപ്പോൾ അതിന് കുറേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം, ഫുഡ് കൺട്രോൾ ചെയ്യണം. അതോടൊപ്പം നമ്മൾ ഈ ഒരു സംഭവം കൂടി ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഫാസ്റ്റായിട്ട് റിലീഫ് കൊടുക്കാൻ പറ്റും. കപ്പിംഗ് തെറാപ്പി നമുക്ക് ചെയ്യാൻ പറ്റും. കപ്പിംഗ് തെറാപ്പിന് പലതരത്തിലുള്ള കപ്പിംഗ് ഉണ്ട്. അതായത് ഡ്രൈ കപ്പിംഗ് ഉണ്ട്, വെറ്റ് കപ്പിംഗ് ഉണ്ട്, ഗ്ലാസ് കപ്പിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വാക്വം തെറാപ്പി, അതുപോലെ പിന്നെ ബാംബു കപ്പിംഗ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഈ സ്പോർട്സിലൊക്കെ അത്ലറ്റിക് ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഭാഗത്തെ നെഗറ്റീവ് എനർജി എടുത്ത് മാറ്റിയിട്ട് നല്ല ഫ്രീ ഫ്ലോ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ മെറിഡിയൻസ് എല്ലാം കംപ്ലീറ്റ് ആക്റ്റീവ് ആക്കാൻ നമുക്ക് പറ്റും. മസിൽസിനെയൊക്കെ സ്ട്രെങ്തനിങ് ആക്കാൻ പറ്റും. കൂടാതെ കോൾഡ് അവസ്ഥയൊക്കെ മാറ്റി ഹീറ്റ് ആക്കാൻ പറ്റും. അതായത് ഈ ബാംബു കപ്പിലൊക്കെ നമ്മൾ ഫയർ കൊടുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിലൂടെ ആ നെഗറ്റീവ് എനർജിയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്രീ ഫ്ലോ ചെയ്യാൻ പറ്റും. പിന്നെ മോക്സിബൂഷൻ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റും കൂടി ഞങ്ങൾ ചെയ്യുന്നത്. ഹിമാലയയിലുള്ള ഒരു പ്ലാന്റ് ആണത്, ഔഷധ ചെടിയാണ്, ആർട്ടിമിസിയ വൾഗാരിസ് എന്ന് പറഞ്ഞാൽ. അത് ഉണക്കിയെടുത്ത് പൊടിച്ചത് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ വരുത്തിക്കുന്നതാണ്. ആ സംഭവം അതെടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത്, അതായത് കോൾഡ് ജലദോഷം വന്നാൽ തന്നെ ഇതിൻ്റെ ഒരു സ്മോക്ക് എടുത്താൽ മതി, ഭയങ്കര റിലീഫാണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ നംനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ സംഭവം ജസ്റ്റ് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, ഫാസ്റ്റായിട്ട് സർക്കുലേഷൻ ഉണ്ടാവും. അത് കൊടുക്കാൻ പറ്റും. പെയിൻ എവിടെയുണ്ടോ അവിടെയൊക്കെ കൊടുത്ത് നമ്മൾ കോൾഡ് ടെമ്പറമെൻറ്റ് മാറ്റി ഹീറ്റ് ടെമ്പറമെൻ്റ് ആക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ഇത് എന്താണ് ഫിംഗർ ലെങ്ത് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യാം. അതായത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒന്ന് നമ്മൾ ശരിക്കും പിടിക്കുമ്പോൾ ഈ ഭാഗത്തെ വിരലുകളാണ് കൂടുതലെങ്കിൽ, ഇങ്ങനെ ഇച്ചിരി ഹൈറ്റായിട്ട് നിൽക്കുന്നതെങ്കിൽ അത് കോട്ട് കൂടുതലാണ്. അപ്പം നമ്മൾ പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർക്ക് ഹീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, ടെൻഷൻ ഹൈ ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് നോക്കിയിട്ട് നീഡിൽ കൊടുത്ത് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ ഈ കയ്യിലാണ്, ഈ ഫിംഗർ ലെങ്ത് ആണ് കൂടുതലെങ്കിൽ ഇവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഉണ്ടാവും. അത് നമുക്ക് കൂട്ടി 2-3 പ്രാവശ്യം ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ ബാലൻസിങ് ഒക്കെ പറ്റും. അപ്പോൾ കുറേ അസുഖം മാറ്റി എടുക്കാൻ പറ്റും. പിന്നെ ഓറിക്കുലർ അക്യുപഞ്ചർ നമുക്ക് കൊടുക്കാം, ചെവിയിലൂടെ അക്യുപഞ്ചർ. അപ്പോൾ ഇത് ചെവിയിലും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ശരീരത്തിൻ്റെ ഹോൾ ബോഡിയുടെ ഓർഗൻസിൻ്റെ ഫങ്ഷനുണ്ട്. അപ്പോൾ ഉറക്കം കിട്ടണില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നമുണ്ടോ അത് ചെവിയിൽ മാത്രം കുത്തി നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ സുജോക്ക് തെറാപ്പി നമുക്കിവിടെ ചെയ്യാറുണ്ട്. സുജോക്ക് എന്ന് പറഞ്ഞാൽ സു കൈ, ജോക്ക് കാല്. അപ്പോൾ സുജോക്കിലാണെങ്കിൽ ഇതുപോലെ നീഡിൽസ് കൊടുത്ത് നമുക്ക് ചെയ്യാം. സീഡ് തെറാപ്പി ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കളർ തെറാപ്പി ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്കിവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയല്ല ഒരു പേഷ്യൻ്റ് വന്നാൽ ഒരിക്കലും ചികിത്സയില്ല എന്ന് പറഞ്ഞ് ഇവിടത്തെ ഇറക്കി വിടൂല. അയാളെ മാക്സിമം ഞങ്ങൾ എല്ലാം ഇവിടെ എഴുതി വെക്കും. കേസ് സ്റ്റഡീസിലെല്ലാം എഴുതി വെച്ചിട്ട് എന്തെല്ലാം രീതിയിൽ ഇദ്ദേഹത്തിന് ഇമ്പ്രൂവ്മെന്റ് ആക്കി വിടാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് അക്യുപഞ്ചർ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും, എനിക്കൊരു അസുഖം ഇല്ലാതെ. അതായത് അക്യുപഞ്ചർ ഇപ്പോൾ അസുഖങ്ങൾക്ക് മാത്രമല്ല ഒരു ബൂസ്റ്റിംഗ് കോഴ്സായിട്ട് നമുക്ക് ചെയ്യാം. അതായത് അതാ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ ചൈനയിലൊക്കെ ഇങ്ങനെയുള്ള പെട്ടെന്നൊരു നംനെസ് ഒക്കെ വന്നാൽ മതി, ഫസ്റ്റ് ഡോസ് അക്യുപഞ്ചർ ചെയ്യാൻ അവർ പറയും. കാരണം അവർക്ക് ഈ ചികിത്സയെ കുറിച്ച് വലിയൊരു ഗ്രാഹ്യമാണ്. കാരണം അവിടെയാണല്ലോ ഒറിജിൻ. അപ്പോൾ അവർക്ക് ഇതിലൂടെ ഹോൾ ബോഡി സർക്കുലേഷൻ വന്നാൽ നമുക്ക് എല്ലാ അസുഖങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ധാരണയും വലിയൊരു വിശ്വാസവും അവർക്കുള്ളത് കൊണ്ട് അവർ ഫസ്റ്റ് തന്നെ അക്യുപഞ്ചർ കോഴ്സ് കൊടുക്കും. അതിപ്പോൾ 10 ദിവസം തന്നെ ചെയ്യണമെന്നില്ല, ഒരു 5 days. ഇവിടെ വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ജോലിക്കിടയിലും വന്ന് ചെയ്യാറുണ്ട്, ഗ്യാപ്പ് അനുസരിച്ച് വന്ന് ചെയ്യാറുണ്ട്. നമ്മൾ ടൈമിങ് അനുസരിച്ച് നോക്കി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു, ഹോൾ ബോഡി സർക്കുലേഷൻ ഫാസ്റ്റായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം നന്നായിട്ട് കിടക്കും, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് മാറും, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മാറിക്കിട്ടും. പിന്നെ ഈ കാലിൻ്റെ നംനെസ് ഒക്കെ മാറും, മുറിവ് ഉണങ്ങാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ കുറയും. പിന്നെ ഈ ക്യാൻസറിനൊക്കെ നമുക്കൊരിക്കലും കംപ്ലീറ്റ് ക്യൂറായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പെയിൻ റിലീഫ് കൊടുക്കാം. അവരുടെ ട്രീറ്റ്മെൻറ്റ്, അലോപ്പതി ട്രീറ്റ്മെൻറ്റിനോടൊപ്പം നമുക്കൊന്ന് പെയിൻ റിലീഫ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ബൂസ്റ്റ് കോഴ്സായിട്ട് അക്യുപഞ്ചർ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇവിടെ എനിക്ക് ഇങ്ങനെ ഞരമ്പിൽ ഒരു വേദനയായിരുന്നു. അത് ഇവിടെ നിങ്ങളുടെ മുകളിലോട്ട് ഇങ്ങനെ, അത് നമുക്ക് സഹിക്കാൻ പറ്റൂല ആ വേദന. അപ്പൊ അത് വരുമ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ആ വേദന വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിന്റെ ട്രീറ്റ്മെന്റിനാണ് ഞങ്ങള് ഒരു 12 കൊല്ലമായി ഇപ്പൊ തുടങ്ങിയിട്ട്. ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യും, കുറച്ചാള് സുഖവും
ഉണ്ടാവും. പിന്നെ അസിസ്റ്റന്റ് വരെ വന്ന് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-8 കൊല്ലമായി. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് പോണു. എന്തായാലും ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലേക്ക് വന്നത്, അതായത് ഇന്നിപ്പോ അണുകുടുംബം ഒക്കെ ആയി അങ്ങനെയുള്ള ഒരു ലെവലിലേക്കുള്ള ജീവിതമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കൗൺസിലിങ്ങിന്റെ ആവശ്യകതയോ അതിന് ഇവിടെ കൊടുക്കുന്ന സേവനങ്ങൾ? കൗൺസിലിംഗ് ഞാൻ മാസ്റ്റർ ഡിഗ്രി ചെയ്തത് കൊണ്ട് കൗൺസിലിംഗ് എനിക്ക് പണ്ടോട്ടെ ഇതിനു മുമ്പും എനിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഈ കൗൺസിലിംഗ് ഇന്ന് വളരെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രോബ്ലം. ഇപ്പോൾ അണുകുടുംബം ആയതുകൊണ്ട് പാരൻസിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ കുട്ടികളുടെ സാന്നിധ്യമോ ഒക്കെ കിട്ടാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറുപ്പത്തിലെ ചിലപ്പോൾ ഹോസ്റ്റലിൽ എവിടെയൊക്കെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ടാകും, കുഞ്ഞുങ്ങൾക്ക് പാരൻസിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷൻ്റെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ഒരു കൗൺസിലിംഗ് ഇന്ന് ആവശ്യമാണ്. ലൈഫിൻ്റെ എന്താണ് അവിടെ പ്രശ്നമെന്ന് കണ്ടുപിടിച്ചിട്ട് അവരൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ പിന്നീടുള്ള സ്റ്റഡീസിലൊക്കെ അവർക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫാമിലി കൗൺസിലിംഗ് കൂടെ കൊടുക്കാറുണ്ട്. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഫാമിലിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങളായിരിക്കാം, ഒരു തെറ്റിദ്ധാരണകളായിരിക്കാം. അപ്പോൾ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുന്നില്ല, വൈഫ് എന്നെ മനസ്സിലാക്കുന്നില്ല, ഒരു കുഞ്ഞു കാര്യങ്ങളാണ്. അതിപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും തുറന്നു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഒരാളിവിടെ ഉണ്ടെന്നുള്ള മൈൻഡിൽ അവരുടെ വന്നാൽ നമ്മളിത് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അവർ പറയുന്നൊരു കാര്യം ഒരിക്കലും മറ്റുള്ളവരോട്, അത് കൗൺസിലിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പം അവർ നമ്മളോട് കോൺഫിഡൻസ് ആയിട്ട് പറയുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം സോൾവ് ആവണേ. ഒരാൾ ഇരുന്ന് കൊടുക്കാനില്ലെന്നുള്ളത് ഇന്നത്തെ കാലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മളത് പറയുമ്പോൾ മുഴുവൻ സമയം ഇരുന്ന് കേട്ടാൽ മതിയായി. ചിലപ്പോൾ പകുതി മുക്കാലുള്ള രോഗം മാറി അവരുടെ പ്രശ്നം സോൾവ് ആക്കാൻ പറ്റും. ബാക്കി കുറച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിനോട് സംസാരിച്ച് 2 മിനിറ്റ് സംസാരിച്ച് തന്നെ എല്ലാവരും അസുഖങ്ങൾ തന്നെ മാറുന്നു എന്ന് പറയുന്നത് പിന്നെയാണ് കൗൺസിൽ ചെയ്യുന്ന സമയത്ത്. തീർച്ചയായിട്ടും അത് മതിയാവുന്നുള്ള കാര്യം ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. എന്തായാലും എത്രയോ രോഗികളെ ഇതുപോലെ സുഖപ്പെടുത്തി വിട്ടിരിക്കുന്നു ഈ സാംസിൽ നിന്ന്. ഇനിയും ഇതുപോലെ ഒത്തിരി രോഗികളെ സഹായിക്കാനുള്ള ഒരവസരം സിസ്റ്ററിന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. എന്താ പേരെന്താ? സംഗീത എന്നാണ് എൻ്റെ പേര്. സംഗീത. ഓക്കെ മാം, ഇവിടെ എത്ര കാലമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു? ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് ഡോക്ടർ സിസ്റ്റേഴ്സ് ഉണ്ണിയുടെ ട്രീറ്റ്മെന്റിലാണ്. ഫസ്റ്റ് ഞാൻ അലോപ്പതി ട്രീറ്റ്മെന്റ് ആണ് എടുത്തത്. എനിക്ക് ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന ഡിസ്ക് പ്രൊലാപ്സ് ആണ്. എൻ്റെ കണ്ടീഷൻ വളരെ വേഴ്സ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് സിസ്റ്ററിനെ കുറിച്ച്, ഡോക്ടർ സോണിയെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ 2013 ഡിസംബറിലാണ് സിസ്റ്ററിനെ ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര, നമ്മൾ പറയില്ലേ ചിലവരോട് സംസാരിച്ചാൽ നമ്മുടെ അസുഖം പകുതി മാറും എന്നുള്ളത്, ഭയങ്കര ഒരു ട്രസ്റ്റ് ആയിരുന്നു സിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ. പകുതി അസുഖം എൻ്റെ മാറി. അത് കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തൊരു 1 to 2 weeks ആയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി. കാരണം അത്രയും വേഴ്സ് ആയിരുന്നു എൻ്റെ കണ്ടീഷൻ. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7-8 years ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു 4 years ആയിട്ട് സിസ്റ്ററിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഞാനൊരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടുത്തെ ഈ ഒരു 10 years ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതിന് വളരെ നന്ദി. താങ്ക്സ് a lot. സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിസിയോതെറാപ്പിസ്റ്റ് സച്ചിൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിക്കാം. സച്ചിൻ, ഇവിടെ ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് എത്ര കാലമായി? ഞാനിവിടെ വന്നിട്ട് 1 കൊല്ലത്തോളാകുന്നു. 1 കൊല്ലത്തോളമായി. ഇവിടുത്തെ ഈ സച്ചിന്റെ ചികിത്സാ രീതികളെ പറ്റിയും അതിൽ നിന്ന് രോഗശാന്തി കിട്ടിപ്പോയ പേഷ്യൻസ് ഉണ്ടാവുന്നത്, അപ്പൊ അവരുടെ അനുഭവങ്ങളെ പറ്റി ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഇവിടെ ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. അതായത് മരുന്നുകൾ ഉപയോഗിക്കാതെ ശരീരത്തെ ചികിത്സിക്കുക എന്നാണ് ഫിസിയോതെറാപ്പി കൊണ്ട് മെയിനായിട്ടും പ്രവർത്തന രീതി. അപ്പോൾ നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് ഒരു പേഷ്യൻ്റ് ആദ്യം വരുമ്പോൾ നമ്മളവരെ കറക്റ്റ് ഫിസിക്കലി ഡയഗ്നോസിസ് ചെയ്ത് കൃത്യമായിട്ട് അവരുടെ അസുഖം എന്താണെന്ന് പഠിച്ചെടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. ബലമില്ലാത്ത പേശികളെയൊക്കെ ബലം വെപ്പിച്ചെടുക്കുക. അത് വ്യായാമ മുറകളിലൂടെ ആവാം, മറ്റ് മെഷീൻസ് ഉപയോഗിച്ചിട്ടായിരിക്കാം. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി, അതായത് ഫ്രാക്ചർ കേസുകളൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും അവർക്ക് ജീവിതത്തിലോട്ടേക്ക് തുടർന്ന് പോകണമെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ പറ്റുള്ളൂ. പിന്നെ ന്യൂറോ കേസുകൾ ധാരാളം ഇവിടെ വരുന്നുണ്ട്. സ്ട്രോക്ക്, പാർക്കിൻസൺസ്, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. അപ്പോൾ സ്ട്രോക്കൊക്കെ സംഭവിച്ചവർക്ക് പിന്നെ ഫിസിയോതെറാപ്പി ഇല്ലാണ്ട് മുന്നോട്ടേക്ക് പോകാനേ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസ് ഇവിടെ വന്ന് ഒരു 6 മാസത്തെ 1 കൊല്ലത്തിനൊക്കെ ഇടയിൽ വീണ്ടും എണീറ്റ് നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ ഒരു വിഭാഗം കുട്ടികളാണ്, CP, ഡൗൺ സിൻഡ്രോം, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നമുക്ക് പരമാവധി പറ്റുന്ന പോലെ
അവരുടെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. എത്ര ശതമാനം നമ്മളത് വിജയകരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്? എത്ര ആൾക്കാർക്ക് അത് വിജയം കണ്ടിട്ടുണ്ട്? ആ വിജയം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻസ്. ഒരുവിധം ഇവിടെ വരുന്ന 98-99% ആൾക്കാരും ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ അവരും കൂടിയും എടുക്കുന്ന എഫോർട്ടിനനുസരിച്ചാണ് എടുക്കുക, അതിൻ്റെ റിസൾട്ട് വരിക. അതായത് നമ്മൾ നമ്മുടെ 100% ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കും. പേഷ്യൻറ്റിൻ്റെ സൈഡിൽ നിന്നും കൂടി അവർക്ക് എൻ്റെ രോഗം ഭേദമാവണം എന്ന് പറഞ്ഞ് ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ 100% റിസൾട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും സച്ചിന്റെ ഈ തിരക്കേറിയ സമയങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു. സാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോളിസ്റ്റിക് സെന്ററിലെ അക്യുപഞ്ചറിനെ പറ്റിയും ഫിസിയോതെറാപ്പിയെ പറ്റിയുമുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇതുപോലെ വ്യത്യസ്തമായതും പുതുമയാർന്നതുമായ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കേരള ഗൈഡ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. കാണാം. നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.